സിംപ്ലിസിറ്റി ആണോ ഫാഷനിലേക്ക്? ഇപ്പൊ ചേച്ചിയുടെ വർക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഏറെ കാണാൻ സിമ്പിൾ ആണ്, പക്ഷെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ നമ്മളിത് കുന്നംകുളം ഏരിയ ആണ്. ഇവിടെ ഹെവി ആക്കി കഴിഞ്ഞ് നമ്മുടെ വർക്ക് പോവില്ല, മൂവ് ചെയ്യില്ല. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ ഇല്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് വേണം നമ്മൾ ഡ്രസ്സുകൾ സെറ്റ് ചെയ്യാൻ. എല്ലാരും ഒരേപോലെ ആവണല്ലോ. ഇപ്പൊ ക്യാഷ് ഉള്ളവരുണ്ട്, ക്യാഷ് കുറവുള്ളവരുണ്ട്. എന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന്റെ ചോയ്സിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യും. ഇപ്പൊ ഒരു ബഡ്ജറ്റ് വേണം, അല്ലെങ്കിൽ ഇത്ര പറയാം 1000 ആണ് ബഡ്ജറ്റ്, അല്ലെങ്കിൽ 2000 ആണ് ബഡ്ജറ്റ്. ചെറിയ ബഡ്ജറ്റ് തൊട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡ്രസ്സുകൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടില് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയയില് ഇത്രേ വേണ്ടു, ഹെവി വേണ്ട. ഹെവി വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഡ്രസ്സ് ഇവിടുന്ന് മൂവ് ചെയ്യില്ല. ചേച്ചിക്ക് ചെറുപ്പം മുതൽ സ്കെച്ച് ചെയ്യാൻ ഇഷ്ടമായിരുന്നില്ലേ? ഭയങ്കര ഇഷ്ടം. പെയിന്റിംഗ് എന്ന് പറഞ്ഞ എന്റെ പാഷനാണ്. എന്താണ് കൂടുതൽ സ്കെച്ച് ചെയ്തോണ്ടിരുന്നത്? സീനറി, ഫ്ലോറൽ, അതൊക്കെയാണ് കൂടുതൽ നമ്മൾ സെറ്റ് ചെയ്തത്. ഡ്രസ്സ് കുറവായിരുന്നു. ഡ്രസ്സിന്റെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഡ്രസ്സിന് അന്ന് ടേസ്റ്റ് ഇല്ല. ഡ്രസ് അല്ല മെയിൻ ആയിട്ട്, പെയിന്റിംഗ് ആയിരുന്നേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിലേക്ക് വരാൻ കാരണം നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണില്ല. അവിടെ പ്രശ്നം, ഇവിടെ പ്രോബ്ലം, അവിടെ വൈഡ് കൂടി, ഇവിടെ ലെങ്ത് കൂടി. നമ്മൾ എത്ര പ്രാവശ്യം കറക്ഷൻ പറഞ്ഞാലും അത് കറക്റ്റ് ചെയ്ത് തരുന്നില്ല. ശരി, അതായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു മോട്ടിവേഷൻ ആവാൻ തോന്നുന്നു ഞാൻ ഇതിലേക്ക് വരാൻ തന്നെ കാരണം. പക്ഷെ എനിക്കിഷ്ടം ക്രാഫ്റ്റ് ഫീൽഡാണ്, കോഴ്സ് കഴിഞ്ഞ ആളാണ്. അപ്പൊ ശരി, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ ആളുടെ ഒരൊറ്റ ക്വസ്റ്റ്യനാണ് ഇതുവരെ വന്നിരിക്കണത്. അല്ലാണ്ട് ചെറുതിലെ ഡ്രസ്സിനോടുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ആഗ്രഹിക്കും, ഇപ്പൊ താനായാലും ഞാനായാലും ആഗ്രഹിക്കില്ല, നമുക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണം, ഫിറ്റിംഗ് കറക്റ്റ് ആയിരിക്കണം. ചിലവര് റേറ്റ് നോക്കിയിട്ട് പോവാം, ചില കസ്റ്റമർ ഫിറ്റിംഗ് നോക്കിയിട്ട് പെർഫെക്റ്റ് ആയിരിക്കണം, ഫിറ്റിംഗ് കറക്റ്റ് ആയി. ചില കസ്റ്റമർ ഡീലിംഗ് നോക്കും. ഇതൊരു 10 വർഷത്തിൽ എന്താണ് ഡിസൈൻ ഫീൽഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഠിച്ചത്? മറ്റ് ജോലിയിൽ നിന്ന് എന്താണ് ചേച്ചീനെ ഇതിൽ ഇൻട്രസ്റ്റ് വരുത്തുന്നത്? സത്യം പറഞ്ഞല്ലേ, എനിക്കൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. ഞാനൊരു ഹാൻഡിക്രാഫ്റ്ററാണ്, പക്ഷെ എനിക്കൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ല. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് തന്നെ. പക്ഷെ ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ചേച്ചി എങ്ങനെയാണ് പുതിയ പുതിയ ഡിസൈൻ ഇട്ട് വരുന്നത്? അതായത് ചിലത് ലേസ് വെച്ച് ചെയ്തു, ചിലത് കല്ല് വെച്ച് ചെയ്തു, ചിലത് ഗ്ലിറ്റേഴ്സ് ഇട്ടിട്ട്. അല്ലടാ, ഓരോ ടൈമില് ഓരോ ഡിസൈൻസ് വരുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുക വെറൈറ്റിയാണ്. അതായത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വേറിട്ട് നിൽക്കണം, വെറൈറ്റി ആയിരിക്കണം. ഞാൻ ഇടുന്ന ഡ്രസ്സ് വേറെ ആൾ ഇടാൻ പാടില്ല. അപ്പൊ നമ്മൾ അന്വേഷിച്ച് വരും, ഓട്ടോമാറ്റിക്കലി നമ്മൾ അന്വേഷിച്ച് വരും, അത് എവിടുന്നാ ചെയ്തത്, എന്താ ഞാൻ പറഞ്ഞല്ലോ, ഈ സാരി ഒരു 5 വർഷമായി ഞാൻ സെറ്റ് ചെയ്തിട്ട്. പക്ഷെ ഇപ്പോഴും ഇതിന് ഡിമാൻഡാണ്, അത് വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മൾ നെറ്റിൽ കാണില്ല. നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഞാൻ അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അത് അവിടുത്തെ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാറ്. ചേച്ചിക്ക് ഈ ഫീൽഡിൽ നിന്ന് മറക്കാൻ പറ്റാതെ കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്താ? ചേച്ചിക്ക് ഇങ്ങനെ അച്ചീവ്മെന്റ്സ് എന്താ? അവാർഡ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും പ്രൈസോ ഈ ബുട്ടിക്ക് തുടങ്ങിയാൽ എന്തെങ്കിലും ഗിഫ്റ്റ്സ്? ഫാഷൻ ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക്. ഞാൻ ഓപ്പൺ ആക്കണ 21. ഓക്കെ, അത് ഫസ്റ്റത്തെ ബാച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രൊജക്ട് ഉണ്ട്. ഇപ്പൊ താൻ ഡിസൈൻ പഠിക്കാനും കൂടെ തനിക്കൊരു പ്രൊജക്ട് ഉണ്ടാവുമല്ലോ, പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ അവർക്ക് പ്രൊജക്റ്റ് ആയിട്ട് കൊടുത്തത് ഫാഷൻ ഷോ ആയിരുന്നു വിത്ത് DJ. അത് കുന്നംകുളത്ത് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്തത് ഞാനായിരുന്നു. ഒത്തിരി മുന്നേ ഏതോ ഒരു ടീം ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും അധികം കുന്നംകുളത്ത് ഫാഷൻ ഷോ ഇറക്കിയത് ഞാനായിരുന്നു. അതിന്റെ ഒരു ക്രെഡിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ലിവ ടവർ വെച്ചിട്ട്. അത് ഒറ്റയ്ക്കാണ്, ഒന്നും അറിയില്ല.